ഇതുപോലൊരു ചട്നി ഉണ്ടെങ്കിലേ എത്ര ഇഡ്ഡലിയും ദോശയും വേണമെങ്കിലും കഴിച്ചു പോകും, അറിയാതെ കഴിച്ചു പോകും. അടിപൊളി ഒരു ചട്നി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും അയാൻസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നും ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നും നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. എങ്ങനെയാണ് സെറ്റാക്കണതെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തക്കാളി, നിങ്ങൾക്ക് പുളിപ്പ് കൂടുതൽ വേണമെങ്കിൽ ഒരു തക്കാളി ഫുള്ളായിട്ട് എടുക്കാം. ചെറിയൊരു പുളിപ്പ് രസത്തോടു കൂടിയുള്ള ചമ്മന്തിയാണ്, ഒത്തിരി വെറൈറ്റിയാണിത്. അതുപോലെ പുളിപ്പ് കുറച്ച് മതിയെങ്കിൽ പകുതി എടുത്താൽ മതി. ഞാനൊരു പകുതി തക്കാളി എടുത്തിട്ടുള്ളൂ, ഒന്നിൻ്റെ ഹാഫ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി കുറച്ച് തേങ്ങയും കൂടി, അതിൻ്റെ കൂടെ ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് വറ്റൽമുളക് എടുക്കാം. ഞാൻ ചില്ലി ഫ്ലേക്സാണ് എടുത്തിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഈ ഒരു ചട്നി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ സമയമൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് സെറ്റാക്കാം. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റുമാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തിട്ട് കാണണേ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ സവാളയൊക്കെ ഏകദേശം വരണ്ട് വന്നിട്ടുണ്ട്. ഇനി വെളുത്തുള്ളിയും തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. സവാള വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചെയ്താലും കുഴപ്പമില്ല, ഞാൻ രണ്ടും കൂടി ഒരുമിച്ച് കിട്ടുന്നേ ഉള്ളൂ. സവാള ഇതുപോലെ ഒരു സൈഡിലേക്ക് ആക്കിയതിന് ശേഷം ഇനി തക്കാളി ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ ഈ സവാളയും തക്കാളിയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇപ്പോഴും ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടിക്കോളും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചങ്ങെടുക്കുകയൊന്നും വേണ്ട, ഇതുപോലെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം, അത്രയേ ഉള്ളൂ. കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരണം, പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും. ചില ഹോട്ടലിലൊക്കെ കയറിയാൽ സെയിം ഇതുപോലത്തെ ഒരു ചട്നി കിട്ടാറുണ്ട്. അന്ന് തൊട്ടേ റെസിപ്പി തപ്പി നടന്നതാണ്, ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ് കിട്ടിയത്. ഇതുപോലെ ഞാൻ ചെയ്ത് നോക്കിയതിന് ശേഷം വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെയാണ് എന്നാൽ പിന്നെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയത്. ഇതെല്ലാം വഴണ്ട് കഴിഞ്ഞാൽ ഇനി നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയല്ലേ, അത് അതിൽ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ചില്ലി ഫ്ലേക്സും കൂടി. വറ്റൽമുളകാണ് ചേർക്കുന്നതെങ്കിൽ ആ സവാളയൊക്കെ വഴറ്റിയെടുക്കുന്ന ആ ഒരു സമയത്ത് വേണം ചേർക്കാൻ. ഞാൻ വറ്റൽമുളകല്ല ചില്ലി ഫ്ലേക്സാണ് എടുത്തത്, അതുകൊണ്ടാണ് ലാസ്റ്റ് ചേർത്തത്. ഇപ്പോൾ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം തേങ്ങ ചേർത്താൽ മതി, തേങ്ങ ചൂടാക്കി എടുക്കണമെന്നില്ല. ഇനി നമുക്കിത് അത്രയും കൂടി ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം മാറ്റിയാൽ മതി, ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്ത ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇനി ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കണം. ഈ അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കണേ. ഒരുപാട് വെള്ളം കണക്കൊന്നും ആവണ്ട, ലൂസായിട്ടിരിക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് തിക്കായിട്ടിരിക്കണം. ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ഇത് ഞാൻ കുറച്ചും കൂടി ഒന്ന് കടുകൊക്കെ വറുത്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട്, അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റാണ്. അതിന് നേരത്തെ ഇത് വഴറ്റാനെടുത്ത സവാളയും തക്കാളിയൊക്കെ വഴറ്റാനെടുത്ത അതേ പാനിൽ തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. അതേ പാനിൽ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്, അത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിൽ വേറൊന്നും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. ഇനി കടുകിട്ട് പൊട്ടിച്ച ശേഷം അതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാ കടുക് വറുക്കുന്ന എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കണേ, അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതത്രയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം ആ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് കളർ ചേഞ്ചായി വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന കൂട്ട് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എത്ര തിക്നെസ് വേണോ അതനുസരിച്ച് വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് സെറ്റാക്കി എടുക്കാം. ഈ കൂട്ടും കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം പിന്നെ ഒരുപാട് നേരമായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു തിള വരുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് പിന്നീട് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള
ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിൽ എത്തുകയുള്ളൂ. ഇതിനു മുന്നേയും ഒരുപാട് കുക്കിംഗ് വീഡിയോസും ഷോർട്ട് വീഡിയോസും അതുപോലെ തന്നെ ഷോപ്പിംഗ് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം എടുത്ത് കണ്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായാലും ഇല്ലെങ്കിലും അത് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കല്ലേ. ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസാക്കണമെങ്കിൽ ആക്കാം. പക്ഷേ ഈ ഒരു തിക്നെസ്സിൽ എടുക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടുന്നത്. ഇഡ്ഡലിയോടെയും അതുപോലെ തന്നെ ദോശയ്ക്കൊപ്പവും പിന്നെ അപ്പം ഉണ്ടല്ലോ അതിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും അതിൻ്റെ കൂടെ ഈ ഒരു ചട്നിയും. അതായിരുന്നു ഇന്നത്തെ എൻ്റെ കോമ്പിനേഷൻ. എന്തായാലും സെറ്റായിരുന്നു. ഇനി ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാമേ, ശ്രദ്ധിച്ച് കണ്ടോളണേ. അടുക്കളയിൽ ഒരു സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. അപ്പോഴാണ് ഞാൻ ഈ ഒരു കാഴ്ച കാണുന്നത്. ഈ കാഴ്ചയല്ല, ഇത് രാവിലെ കാപ്പി കുടിക്കുന്ന കാഴ്ചയാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് ഗൈസ്. ആ കാഴ്ച അടുക്കളയിൽ പൂച്ച കയറി എന്ന് വിചാരിച്ച് അടുക്കളയിലോട്ട് ചെന്ന ഞാൻ കണ്ട കാഴ്ച. ഞാനുണ്ടാക്കിയ ചട്നി ആ പാത്രത്തോടെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരു ഇഡ്ഡലിയൊക്കെ വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അയാൻ. ഞാനറിയാതെ ആള് പൊക്കിയതാണ് സംഭവം. നേരത്തെ കാപ്പി കൊടുത്തപ്പോൾ അവന് ചട്നി വേണ്ട എന്നും പറഞ്ഞ് മാറി നടന്നിട്ട് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ ആളിന് ഇഷ്ടമായി. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ കൊച്ചുകുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ചട്നിയാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് ഇതേ നിൽക്കുന്ന ആള്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ.